8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിംബൽ ഓഫ് സോഡിയം? തന്നിരിക്കുന്നവയിൽ സോഡിയത്തിൻ്റെ പ്രതീകം ഏത്? നമുക്കറിയാം എന്താണ് സോഡിയത്തിൻ്റെ പ്രതീകം. Na. ഏതാണ്? Na. Second question, constituent elements of sugar are carbon, hydrogen and dash. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇവിടെ എന്തോ എഴുതാം? ഓക്സിജൻ എഴുതാം. ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, one of the given elements is named after a country. Which element is this? തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം രാജ്യത്തിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഏതൊക്കെ തന്നിട്ടുണ്ട്? ക്യൂരിയം, ഇൻഡിയം, അമേർഷ്യം. ഏതാണ്? അമേർഷ്യം. തേർഡ് വൺ. ഫോർത്ത് ക്വസ്റ്റ്യൻ, which one of the following element is named on the basis of name of the scientist? സയന്റിസ്റ്റിന്റെ പേരിലുള്ള ചുവടെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞന്റെ പേര് നാമകരണത്തിന് അടിസ്ഥാനമാക്കി എടുത്ത മൂലകം ഏതാണ്? ഏതൊക്കെ തന്നിട്ടുണ്ട്? ഇൻഡിയം, ക്യൂരിയം, റുബീഡിയം, ടൈറ്റാനിയം. ഇതിലേതാണ്? ക്യൂരിയം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, some samples of molecules are given. വിച്ച് സാമ്പിൾ കണ്ടെയ്ൻസ് മോർ ആറ്റംസ്? ഇതിൽ ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ ആറ്റങ്ങളുടെ എണ്ണം കൂടിയത് ഏതാണെന്ന്. ഏതൊക്കെ തന്നിട്ടുണ്ട്? 4H2O. ഇതിൽ എത്ര ആറ്റം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഹൈഡ്രജൻ്റെ എടുത്താൽ ആദ്യം മോളിക്യൂൾസിൻ്റെ എണ്ണം ഇൻറ്റു ഹൈഡ്രജൻ ആറ്റം. എത്ര? 2 ഹൈഡ്രജൻ ആറ്റം, മോളിക്യൂൾസ് 4. അപ്പോൾ എത്രയായി? 8. ഇതിൽ വന്നിട്ട് അടുത്ത് ഓക്സിജൻ. ഓക്സിജൻ എടുത്താൽ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു ഓക്സിജൻ എത്രയുണ്ട്? 1. അപ്പോൾ എങ്ങനെ? 4. അപ്പോൾ രണ്ടും കൂടെ എത്രയായി? മൊത്തം ആറ്റങ്ങളുടെ എണ്ണം ആദ്യത്തേതിൽ 12. നമുക്ക് രണ്ടാമത്തേത് നോക്കാം. 3CO2. കാർബൺ എടുത്താൽ എത്രയുണ്ട്? കാർബൺ ആറ്റം, മോളിക്യൂൾസ് 3, കാർബൺ 1. ദാറ്റ് ഈസ് 3. അടുത്ത ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ മോളിക്യൂൾസ് എത്രയുണ്ട്? 3 ഉണ്ട്. ഓക്സിജൻ്റെ ആറ്റം ഇവിടെ എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ എത്ര? 6. അപ്പോൾ രണ്ടും കൂടെ എത്ര വരും? 9. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ്? ആദ്യത്തേത് എ. ഏത് വരും? സാമ്പിൾ എ വരും. ആദ്യത്തെ ആൻസർ. അടുത്ത് രണ്ടാമതൊന്നുമില്ല. സാമ്പിൾ ബിയിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? ബിയിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ സാമ്പിൾ ബി? 3. 3 ആണല്ലോ. ഇതാണ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് എത്ര? 3. അപ്പോൾ ആദ്യത്തേത് സാമ്പിൾ എ, രണ്ടാമത്തെ 3. ഓക്കെ, ക്ലിയർ. അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ക്രോമിയം എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ബേസസ് ഓഫ് നെയിമിങ് സിമ്പിൾ. ആദ്യത്തത് ക്രോമിയം. അതെന്താണ്? ഇവിടെ ഒരു എ എഴുതാനുണ്ട്, പിന്നെ ഒരു സി ഏറ്റവും താഴെ തന്നിട്ടുണ്ട്. ആദ്യത്തതിൽ ക്രോമിയം എന്ന് പറയുന്നത് എന്താണ്? ബേസിക് നെയിം എന്തോന്നാണ്? ക്രോം. ക്രോം എന്ന് പറയുന്നത് എന്തോന്നാണ്? കളറാണ്. അപ്പോൾ അവിടെ ക്രോം കളർ, CR ആണ് സിമ്പിൾ. അടുത്ത് ഫ്രാൻസിയം. ഫ്രാൻസ് കൺട്രി. ഇവിടെ എന്തോന്ന് എഴുതാം? സിമ്പിൾ എന്തോ എഴുതാം? FR. അടുത്ത് തേർഡ് വൺ, ഇവിടെ ബേസിക് നെയിം തന്നിട്ടുണ്ട്. നെപ്റ്റ്യൂൺ പ്ലാനറ്റ് ആണ്, NP എന്ന്. അപ്പോൾ ആദ്യം എന്തോന്ന് എഴുതാം? എലമെൻ്റ് ഏതാണ്? നെപ്റ്റ്യൂണിയം. എന്താണ് എലമെൻ്റ്? നെപ്റ്റ്യൂണിയം. ഓക്കെ. ഇവിടെ ക്രോം കളർ, പിന്നെ ഫ്രാൻസ് തന്നിട്ടുണ്ട്. ഫ്രാൻസിയം, ഫ്രാൻസ് രാജ്യം. ഇവിടെ എന്തോ എഴുതാം? സിമ്പിൾ എന്താണ്? FR. പിന്നെ നെപ്റ്റ്യൂൺ ഗ്രഹമാണെന്ന് തന്നിട്ടുണ്ട്. NP എന്ന് തന്നിട്ടുണ്ട്.
ഇവിടെ നെപ്റ്റ്യൂണിയം, ഇത് എഴുതാം നെപ്റ്റ്യൂണിയം. ഓക്കെ, ഇവിടെ ക്രോം ആദ്യത്തത് എ, ഇത് എ, ഇത് സി, എയും സിയും. ബിയുടേത് സിമ്പിൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് അമോണിയ ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. അതായത് നൈട്രജനും ഹൈഡ്രജനും പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് നൽകിയിരിക്കുന്നത്. N2+H2 gives 2NH3. ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വിച്ച് ആർ ദ റിയാക്റ്റൻസ്, ഇതിലെ റിയാക്റ്റൻസ് ഏതൊക്കെയാണെന്ന്, അഭികാരകങ്ങൾ ഏതെല്ലാം, ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സമവാക്യം സമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താൻ, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ പ്രോഡക്റ്റ് സൈഡ്. അപ്പം നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. എങ്ങനെയാണ്? N2+H2 gives 2NH3. ഈ ഇക്വേഷനിൽ നമുക്ക് ആദ്യം അഭികാരകങ്ങൾ, അതായത് റിയാക്റ്റൻസ് ഏതൊക്കെയാണെന്നും പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്നും മനസ്സിലാക്കണം. ആദ്യം റിയാക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗീസിന്, ഈ ആരോയ്ക്ക് ഇപ്പുറം വരുന്ന എല്ലാം റിയാക്റ്റൻസ് ആണ്. ഈ ആരോയ്ക്ക് റൈറ്റ് സൈഡിലുള്ളതെല്ലാം പ്രോഡക്ട്സ് ആണ്. അതായത് ആരോയ്ക്ക് ലെഫ്റ്റിലുള്ളത്, ഇടതുവശത്തുള്ളതെല്ലാം അഭികാരകങ്ങൾ, ഈ ആരോയുടെ റൈറ്റ് സൈഡിലുള്ളതെല്ലാം ഉൽപ്പന്നങ്ങൾ. അത് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇത് രണ്ട് വസ്തുക്കൾ റിയാക്ട് ചെയ്തിട്ടാണ്, നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ടാണ് NH3 എന്ന് പറയുന്ന അമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ റിയാക്ട് ചെയ്ത വസ്തുക്കളാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റിയാക്റ്റൻസ്. ഇതെന്താണ്? റിയാക്റ്റൻസ്. ഇതപ്പോൾ എന്താണ്? പ്രോഡക്ട്സ്. അപ്പോൾ ഇത് അഭികാരകങ്ങൾ. ഏതൊക്കെയാണ് അഭികാരകങ്ങളിൽ പറഞ്ഞത്? നൈട്രജനും ഹൈഡ്രജനും. ഇതെന്താണ്? ഉൽപ്പന്നങ്ങൾ. ഉൽപ്പന്നങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഹൈഡ്രജൻ, N2H2. അഭികാരകങ്ങളുടെ ഇവിടെ എന്തോന്ന് എഴുതാം നമുക്ക്? N2H2. വിച്ച് ആർ റിയാക്റ്റൻസ്? N2, നൈട്രജൻ, ഹൈഡ്രജൻ. ഓക്കെ, അടുത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് സമവാക്യം സമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ. ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ആണോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ആദ്യത്തിൽ റിയാക്റ്റൻസിൽ വരുമ്പോഴത്തേക്ക് നൈട്രജൻ എത്രയുണ്ട്? 2 എണ്ണം ഉണ്ട്. നമുക്ക് പ്രോഡക്റ്റിൽ നോക്കാം. ഓക്കെ, പ്രോഡക്റ്റിൽ നൈട്രജൻ 2 എണ്ണം ഉണ്ട്. ഇവിടെ നോക്ക്, ഹൈഡ്രജൻ വന്നപ്പോഴത്തേക്ക് റിയാക്റ്റൻസിൽ 2, പ്രോഡക്റ്റിൽ വന്നപ്പോൾ എത്രയാണ്? ഈ 2ഉം ഈ 3യും കൂടെ ആയപ്പോൾ 6 വന്നു. അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഹൈഡ്രജൻ്റെ കാര്യത്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നൈട്രജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട് മൊത്തം? ഈ ഒരു 2ഉം ഒരു 3യും കൂടെ 6, 2 × 3. ഹൈഡ്രജൻ H3യുടെ 3യും ഈ മോളിക്യൂൾസിൻ്റെ 2ഉം കൂടെ ചേർന്ന് 6 ഉണ്ട്. അപ്പോൾ അതേ കണക്ക് നമുക്ക് ഇപ്പുറവും ഹൈഡ്രജനെ 6 ആക്കണം. അപ്പോൾ എത്ര കൊടുത്താൽ 6 ആവും? ഒരു 3 കൊടുക്കുമ്പോൾ 6 ആവും. അപ്പോൾ N2+3H2 gives 2NH3. ഇപ്പം നോക്കൂ, ഇനി നോക്ക്, N2 ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ വന്നിട്ട് ഒരു 3 ഇവിടെ ഉണ്ട്, ഒരു 2 ഇവിടെ ഉണ്ട്. 3 × 2 6 ആയി. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, 6 ആയി. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ബാലൻസ്ഡ് ആയില്ലേ ഇക്വേഷൻ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ പ്രോഡക്റ്റ് സൈഡ്. പ്രോഡക്റ്റ് സൈഡിലെ ആറ്റംസിൻ്റെ ടോട്ടൽ നമ്പറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പ്രോഡക്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് എത്രയാണ്? 2NH3. ഓക്കെ, 2NH3യുടെ ആറ്റങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നൈട്രജൻ എത്രയുണ്ട്? മോളിക്യൂൾസ് 2, നൈട്രജൻ ആറ്റം 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2, 2 × 1 2. അടുത്ത് ഹൈഡ്രജൻ എത്രയുണ്ട്? മോളിക്യൂൾസ് 2, ഹൈഡ്രജൻ ആറ്റം 3. 2 × 3 6. അപ്പോൾ ടോട്ടൽ നമ്പർ ആറ്റംസ് എത്രയാണ്? രണ്ടും കൂടെ ആഡ് ചെയ്യുക, എത്രയാണ്? 8. അപ്പോൾ ഉൽപ്പന്ന ഭാഗത്തെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഓക്കെ, എത്രയാണ്? ഇവിടെ 8. ഈ ബാലൻസ് ചെയ്ത ഇക്വേഷൻ ഏതാണ്? N2+, ബാലൻസ് ചെയ്തപ്പോൾ എങ്ങനെ വന്നു? N2+3H2 gives 2NH3.
ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഗിവൺ സബ്സ്റ്റൻസ് ആസ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസിന് മിക്സ്ചേഴ്സിനെ തിരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഗോൾഡ്, സോഡ വാട്ടർ, സോയിൽ, ഐസ്. ഏതൊക്കെ? സ്വർണം, സോഡ വെള്ളം, മണ്ണ്, ഐസ്. പ്യുവർ സബ്സ്റ്റൻസിൽ ഏതൊക്കെ വരും? പ്യുവർ സബ്സ്റ്റൻസിൽ ഏതൊക്കെ വരും? ഗോൾഡ് വരും, പിന്നെ ഏത് വരും? ഐസ് വരും. ഗോൾഡ്, ഐസ് ഏതാണ്? പ്യുവർ സബ്സ്റ്റൻസ്. മിക്സ്ചേഴ്സിൽ ഏതൊക്കെ വരും? അപ്പോൾ സോഡ വാട്ടർ, സോയിൽ, മിക്സ്ചേഴ്സ്. അപ്പോൾ തന്നിരിക്കുന്ന പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്ന് തരംതിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സ്വർണം എന്ന് പറയുന്നത് എന്തോന്നാണ്? ശുദ്ധ പദാർത്ഥം. ശുദ്ധ പദാർത്ഥം. പിന്നെ ഏതുണ്ട്? ഐസ് ശുദ്ധ പദാർത്ഥം. സോഡ വെള്ളവും മണ്ണും എന്തുവാണ്? മിശ്രിതങ്ങളാണ്. എന്താണ്? മിശ്രിതങ്ങൾ. ഓക്കെ, അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിന് ഏതൊക്കെ എഴുതാം? പ്യുവർ ഏതൊക്കെയാണ്? ഗോൾഡ്, ഐസ്. അടുത്ത മിക്സ്ചേഴ്സ് ഏതൊക്കെ? സോഡ വാട്ടർ, സോയിൽ. സോഡ വാട്ടർ, സോയിൽ. ഓക്കെ, തന്നിരിക്കുന്ന പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്ന് തരംതിരിക്കുക. ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നത് സ്വർണം, ഐസ്. സ്വർണവും ഐസും. അടുത്ത മിശ്രിതങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സോഡ വെള്ളം, മണ്ണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, N ഈസ് ദ സിംബൽ ഓഫ് നൈട്രജൻ. വാട്ട് ഡസ് 2N സ്റ്റാൻഡ്സ് ഫോർ? N എന്ന് പറയുന്നത് നൈട്രജന്റെ പ്രതീകം ആണ്. 2N എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? 2N എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുകയാണത്? 2 നൈട്രജൻ ആറ്റം. 2 നൈട്രജൻ ആറ്റം. 2 എന്ന് പറയുന്നത് 2N എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നൈട്രജൻ ആറ്റമാണ്. 2N 2 നൈട്രജൻ ആറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 5N2? 5N2ലെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. സിമ്പിൾ, നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം മോളിക്യൂൾസ് എഴുതുക. മോളിക്യൂൾസ് ഇവിടെ എത്രയാണ്? ഈ 5N2 എന്ന് പറയുന്നതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 5. 5 ഇൻറ്റു നൈട്രജൻ എത്ര ഇവിടെ ആറ്റം ഉണ്ട്? 2. അപ്പോൾ എത്ര വരും? 10. അപ്പോൾ 5N2ലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 10. ഓക്കെ, ഇവിടെ 10 വരും. ക്ലിയർ ആയോ? 2N എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? 2 നൈട്രജൻ ആറ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. 2 നൈട്രജൻ ആറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാട്ട് ഡസ് 2N സ്റ്റാൻഡ്സ് ഫോർ? 2 നൈട്രജൻ ആറ്റംസ്. എന്താണ്? 2 നൈട്രജൻ ആറ്റംസ്. 2 നൈട്രജൻ ആറ്റംസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഗിവൺ മോളിക്യൂൾസ് ആസ് മോണോ അറ്റോമിക്, ഡയഅറ്റോമിക് ആൻഡ് പോളിഅറ്റോമിക്. തന്നിരിക്കുന്ന തന്മാത്രകളെ ഏകാറ്റോമിക തന്മാത്രകളെന്നും ദ്വയാറ്റോമിക തന്മാത്രകളെന്നും ബഹു അറ്റോമിക തന്മാത്രകളെന്നും എങ്ങനെ തരംതിരിക്കാമെന്ന്. ഇപ്പോൾ മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒരാറ്റം മാത്രം ഉള്ളത് ഏതൊക്കെ വരും? ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏതൊക്കെ തന്നിട്ടുണ്ട്? H2 തന്നിട്ടുണ്ട്. H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ 2 ആറ്റം. P4 4 ആറ്റം. Na സോഡിയത്തിന്റെ 1 ആറ്റം. ക്ലോറിന്റെ 2 ആറ്റം. സൾഫറിന്റെ 8, ഹീലിയത്തിന്റെ 1. അപ്പോൾ മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ അത്ര എന്താണ്? ഒരേ ഒരു ആറ്റം ചേർന്ന് വരുന്നതാണ് മോണോ അറ്റോമിക് എന്ന് പറയുന്നത്. അടുത്ത് 2 എണ്ണം ചേർന്ന് വരുമ്പോഴത്തേക്ക് ഡയറ്റോമിക്. 2ൽ കൂടുതൽ, 2ഓ അതിൽ കൂടുതൽ ചേർന്ന് വരുന്ന ആറ്റങ്ങൾ ചേർന്ന് വരുന്നതിനെ പോളി അറ്റോമിക് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യത്തേത്? മോണോ അറ്റോമിക്കിൽ പറഞ്ഞത് ഏതൊക്കെയാണ്? ഒന്നുള്ളത് ഏതൊക്കെയാണ്? സോഡിയം, എൻഎയും ഹെച്ഇയും. മോണോ അറ്റോമിക്. ഡയറ്റോമിക് എന്ന് പറയുമ്പോൾ 2 ആറ്റം ചേർന്ന് വരുന്നത് ഏതൊക്കെ? ക്ലോറിനുണ്ട്, ഹൈഡ്രജനുണ്ട്. ക്ലോറിൻ, ഹൈഡ്രജൻ. പോളി അറ്റോമിക് എന്ന് പറയുമ്പോഴത്തേക്ക് P4ഉം S8. ഓക്കെ, ക്ലിയർ ആയ? മോണോഅറ്റോമിക്, ഡയറ്റോമിക്, പോളിഅറ്റോമിക്. മോണോഅറ്റോമിക് Na, He, ഡയറ്റോമിക് H2Cl2, പോളിഅറ്റോമിക് P4, S8. അടുത്ത ക്വസ്റ്റ്യൻ, സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ. റൈറ്റ് ദ പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻസ് ഇൻ കെമിക്കൽ ഇക്വേഷൻ.
കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ പ്രോഡക്ട്സും റിയാക്റ്റൻസും ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. രാസസമവാക്യത്തിൽ ഉൽപ്പന്നങ്ങൾ, അഭികാരകങ്ങൾ എന്നിവ എഴുതുക. ഇവയിൽ സമീകരിക്കാത്ത സമവാക്യം ഏതെന്ന് എഴുതണം. സമീകരിക്കാത്ത സമവാക്യങ്ങൾ സമീകരിച്ച് എഴുതണം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻസ് ഓഫ് ദ കെമിക്കൽ ഇക്വേഷൻസ്. നമുക്ക് ഓരോ കെമിക്കൽ ഇക്വേഷൻസ് ആയിട്ട് എഴുതാം. ഏതൊക്കെയാണ്? C+O2 gives CO2. ഇതിലെ ഏതൊക്കെ റിയാക്റ്റൻസും പ്രോഡക്റ്റും ആദ്യം എഴുതണം. ഇത് ഇത്രയും റിയാക്റ്റൻസ് അഭികാരകങ്ങൾ. ഇത് വന്നിട്ട് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നങ്ങൾ. ഉൽപ്പന്നങ്ങൾ. അപ്പോൾ സിയും ഓട്ടും റിയാക്റ്റൻസ്, CO2 പ്രോഡക്ട്സ് ആദ്യത്തെ ഇക്വേഷനിൽ. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്താൽ അതൊക്കെ വരും CaCO3 is CaO plus CO2. ഇതിലേതാണ് പറഞ്ഞത്? ഇത് റിയാക്റ്റൻസ്, ഇത് പ്രോഡക്ട്സ്. ഏതൊക്കെ? റിയാക്റ്റൻസ്, പ്രോഡക്ട്സ്. അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും. ഇത് അഭികാരകങ്ങൾ, ഇത് ഉൽപ്പന്നങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ഏതാണ്? N2 plus O2 gives NO. ഇതിൽ ഏതാണ്? ഇത് ഇത്രയും റിയാക്റ്റൻസ്, ഇത് പ്രോഡക്ട്സ്. അഭികാരകങ്ങൾ, ഇത് അഭികാരകങ്ങൾ, ഇത് ഉൽപ്പന്നങ്ങൾ. അഭികാരകങ്ങൾ, ഉൽപ്പന്നങ്ങൾ. ഓക്കെ, അപ്പം N2 plus O2 അഭികാരകങ്ങൾ, NO ഉൽപ്പന്നം. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. സമവാക്യത്തിലെ ഉൽപ്പന്നങ്ങളും അഭികാരങ്ങളും എഴുതാൻ പറഞ്ഞു. ഇവയിൽ സമീകരിക്കാത്ത സമവാക്യം ഏത്? നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. CO+O2 gives CO2. നോക്കിയാൽ ഇവിടെ കാർബൺ ഒന്നുണ്ട്, ഇപ്പറോ ഒന്നുണ്ട്. ഇവിടെ ഓക്സിജൻ രണ്ടുണ്ട്, ഇപ്പറോ ഓക്സിജൻ രണ്ടുണ്ട്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇത് അൺബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. അപ്പോൾ സമീകരിച്ച സമവാക്യമാണ്, സമീകരിക്കാത്ത സമവാക്യം അല്ല. അപ്പോൾ ഇത് അതല്ല. അപ്പോൾ അടുത്തത് നോക്കാം. CaCO3 gives CaO plus CO2. ഇവിടെ ഒരു CA, ഇവിടെ ഒരു CA, അത് ഓക്കെ. കാർബൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയും ഒന്ന്, ഇവിടെയും ഒന്ന്. ഓക്കെ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന്, ഇവിടെ 3. ആദ്യത്തേൽ O3 ആണ് പറഞ്ഞിരിക്കുന്നത്, 3. ഇപ്പുറം എടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന്, ഇവിടെ 2, 2, 1, 3. ഓക്കെ, അതും ക്ലിയർ ആണ്. ഇനി ലാസ്റ്റ് വൺ, N2 plus O2 gives NO. നോക്കാം നമുക്ക്. നൈട്രജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു നൈട്രജനേ ഉള്ളൂ. ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഇത് അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, സമീകരിക്കാത്ത സമവാക്യമാണ്. അപ്പോൾ നമുക്കിതിനെ ബാലൻസ് ചെയ്യണം. ഏതാണ് അപ്പോൾ പറഞ്ഞത്? ലാസ്റ്റിലെത്തതാണ് സമീകരിക്കാത്ത സമവാക്യം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? N2 plus O2 gives NO എന്നുള്ളതിൽ നമുക്കൊരു ഒരു 2 കൂടെ കൊടുക്കാം അല്ലേ? 2ൻ്റെ അല്ലേ ഡിഫറൻസ് പറഞ്ഞാൽ. ഇനി നോക്കാം. N2 ഇവിടെ നൈട്രജൻ 2, ഇവിടെയും നൈട്രജൻ 2, ഇവിടെ ഓക്സിജൻ 2, ഇവിടെയും ഓക്സിജൻ 2. അപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ ആയേ. അപ്പോൾ ഇതാണ് ഏതിൻ്റെ ലാസ്റ്റിലത്തെ ബാലൻസ് ദ അൺബാലൻസ്ഡ് ഇക്വേഷൻ. അൺബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? N2 plus O2 gives 2NO എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസേഴ്സ് എല്ലാം. അത് നോക്കുക. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ വേറെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.